എന്താണ് നവരാത്രി? നവരാത്രി വ്രതത്തിൻ്റെ പ്രസക്തി എന്ത്? ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശബരിനാഥ്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ, പഴകിയ പുതിയ അറിവുകൾ. കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് ശുക്ലപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള 9 ദിവസങ്ങളിലാണ് നവരാത്രി ആഘോഷിക്കുന്നത്. അമാവാസി മുതൽ തന്നെ വ്രതം ആരംഭിക്കുന്നു. നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ അന്ന് പകൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ദുർഗാഷ്ടമി നാളിലാണ് ദുർഗ എന്ന രൂപത്തിൽ ആദിപരാശക്തി ദേവന്മാർക്ക് പ്രത്യക്ഷയായത്. ദുർഗൻ എന്ന അസുരനെ ദേവി വധിച്ചത് വിജയദശമി ദിനത്തിലാണ്. നവരാത്രികളിൽ ആദ്യത്തെ 3 ദിവസം ദേവിയെ കാളിയായും, അടുത്ത 3 ദിവസം ലക്ഷ്മിയായും, അവസാന 3 ദിവസം സരസ്വതിയായും ആരാധിക്കുന്നു. കേരളത്തിൽ പ്രധാനമായും അവസാന 3 ദിവസങ്ങളിലെ സരസ്വതി പൂജ മാത്രമാണ് പതിവുള്ളത്. ദുർഗാഷ്ടമി ദിവസം ഗ്രന്ഥങ്ങൾ, ആയുധങ്ങൾ തുടങ്ങിയവ പൂജയ്ക്ക് വയ്ക്കുന്നു. വിജയദശമി ദിവസം വിദ്യാരംഭം നടത്തി സമാപിക്കുന്നു. നവരാത്രി ദിവസങ്ങളിൽ ബാഹ്യവും ആഭ്യന്തരവുമായ വിശുദ്ധി പാലിച്ചുകൊണ്ട് ദേവീസ്തുതികൾ കീർത്തനം ചെയ്യുക, ദേവീ പൂജ നടത്തുക ആദിയായവ അനുഷ്ഠിക്കുന്നത് ഭൗതികവും ആത്മീയവുമായ ശ്രേയസ്സിന് ഉത്തമമാണ്. നിങ്ങൾ ഒരു ദേവീ ഭക്തനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദേവീ മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ദേവിയുടെ സർവ്വവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു.